സിനിമാക്കാരൻ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുനിൽ ദേവ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്ന അധോമുഖം എന്ന ഒരു ത്രില്ലർ സിനിമയെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. കുറച്ചുനാളായി ഈ സിനിമ ഇറങ്ങിയിട്ട് OTT-യിൽ സൈന പ്ലേയിലാണ് നിലവിൽ സ്ട്രീം ചെയ്യുന്നത്. എനിക്കൊരു എബോവ് ആവറേജ് ഓക്കെ ഫീൽ നൽകിയ സിനിമയാണ്. ചിലവർക്ക് അതൊരു മസ്റ്റ് വാച്ച് ഫിലിം തന്നെ ആയിരിക്കും. വിനോദ് കുമാറാണ് പടത്തിന്റെ കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത്. സിനിമയുടെ കഥയിലേക്ക് വന്നാൽ മാർട്ടിൻ ആൻഡ് ലീല ദമ്പതികളുടെ കഥയാണ്. മാർട്ടിനാണ് കഥയിലെ നായക കഥാപാത്രം. അദ്ദേഹം ഒരു എസ്റ്റേറ്റിലെ മാനേജറാണ്. ഭാര്യ ലീല അദ്ദേഹത്തിനൊപ്പം തന്നെ താമസിക്കുന്നു. വിവാഹ വാർഷിക ദിനത്തിൽ ഭാര്യയ്ക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തിരുന്നു. പക്ഷേ അത് ഭാര്യ അത്ര ചലഞ്ചിങ് ആയിട്ടില്ലാത്തത് കാരണം തോട്ടത്തിലെ ഒരു ജോലിക്കാരന്റെ നിർദ്ദേശപ്രകാരം ഭാര്യയുടെ ഫോണിൽ ഒരു ക്യാമറ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഈ ക്യാമറ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതും ഭാര്യ എങ്ങോട്ട് പോകുന്നു അല്ലെങ്കിൽ ഭാര്യയുടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഈ ക്യാമറ ക്യാച്ച് ചെയ്യുകയാണ്. ഈ ക്യാമറയുടെ മൂവ്മെന്റ് തന്റെ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്ന ഈ മാർട്ടിൻ പലപ്പോഴും ഞെട്ടിപ്പോവുകയാണ്. ഭാര്യയുടെ യാത്രകൾ, ഭാര്യയുടെ രീതികൾ, ഭാര്യയുടെ ചെയ്തികളൊക്കെ അയാൾ ഞെട്ടൽ ഉളവാക്കുകയാണ്. കഥയുടെ മുഖ്യ പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് സിനിമ വഴിമാറുന്നില്ല എന്നുള്ളതാണ്. പ്രെഡിക്റ്റ് ചെയ്യാത്ത പല വഴികളിലും സിനിമ സഞ്ചരിക്കുന്നു എന്നുള്ളത് സിനിമയുടെ മുഖ്യ പോസിറ്റീവാണ്. ഓരോ 10 മിനിറ്റ് ഇടപെട്ടും ഒരു ഗംഭീരമായ ട്വിസ്റ്റ് അല്ലെങ്കിൽ ടേൺസ് ഒക്കെ സിനിമയ്ക്കുണ്ട്. അത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഒരു ത്രില്ലർ എന്ന ജേണറിനോട് 100% നീതി പുലർത്തിയ ഒരു സിനിമ തന്നെയാണ് അധോമുഖം. ഈ കഥയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കഥ ഒട്ടും തന്നെ വഴിമാറി സഞ്ചരിക്കുന്നില്ല എന്നുള്ളത് സിനിമയുടെ മുഖ്യ പോസിറ്റീവാണ്. ചില ലോജിക് ഇഷ്യൂസ് ഒക്കെ കഥയിൽ കാണാൻ കഴിഞ്ഞു എങ്കിൽ തന്നെയും സിനിമ കണ്ടിരിക്കുമ്പോൾ നമുക്കൊരു തടസ്സമായിട്ട് തോന്നുന്നില്ല. ചില ഭാഗത്ത് നമുക്ക് ടെൻഷൻ ബിൽഡിംഗ് മൊമെന്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ വളരെ ഗംഭീരമായി തന്നെ സിനിമയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അടുത്തത് ഇങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ വിചാരിച്ചാൽ പോലും അതിൽ നിന്നൊക്കെ വഴിമാറി വേറെ തരത്തിലേക്ക് ട്വിസ്റ്റ് ചെയ്താണ് സിനിമ സഞ്ചരിക്കുന്നത്. സിനിമയുടെ കഥ, സിനിമയുടെ എഡിറ്റിംഗ്, സിനിമയുടെ ക്യാമറ വിഷ്വൽസ് ഒക്കെ വളരെ സിനിമയ്ക്ക് ആപ്റ്റായ രീതിയിൽ തന്നെ ഒരു എബവ് ആവറേജ് ഓക്കെ ഫീൽ തന്നെ നൽകി മുന്നോട്ട് പോകുന്നുണ്ട്. അതിലുള്ള സിനിമകൾ ലോ ബഡ്ജറ്റിൽ എടുത്താൽ ഒരു പക്ഷേ സംവിധായകന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയില്ല. ഒരു പക്ഷേ ഇത് പുതുമുഖ സംവിധായകൻ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ലോ ബഡ്ജറ്റിലേക്ക് സിനിമ പോയത്. എനിവേ എന്ത് തന്നെയായാലും ആ ലോ ബഡ്ജറ്റിന്റെ ഒരു ബിലോ ക്വാളിറ്റി സിനിമയുടെ പല ഫ്രെയിമുകളിലും ഫീൽ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഈ സിനിമ ലോ ബഡ്ജറ്റ് ചെയ്യേണ്ട സിനിമ അല്ലായിരുന്നു. ഒരുപക്ഷെ സംവിധായകനും നിർമ്മാതാക്കളെ കൺവിൻസ് ചെയ്യാൻ സാധിക്കാത്തതിന്റെ പേരിലായിരിക്കും ഒരു പക്ഷേ ബഡ്ജറ്റൊക്കെ ലോ ആയി പോയത്. കഥ നിരാശപ്പെടുത്താതിരിക്കുമ്പോഴും സിനിമയുടെ മേക്കിംഗ്, അർഹിക്കുന്ന മേക്കിംഗ് ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് വളരെ നിരാശാജനകമാണ്. പല ബഡ്ജറ്റിന്റെ പരിമിതി സിനിമയിലുടനീളം കാണാൻ കഴിയും. സിനിമയുടെ നായകന്റെ പെർഫോമൻസ് നമുക്കൊരു ബിലോ ആവറേജ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. പക്ഷെ നായികയുടെ കഴിവിന്റെ പരമാവധി സിനിമയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. നായകനെ അവതരിപ്പിച്ചിരിക്കുന്ന SP സിദ്ധാർത്ഥാണ്. ആ നായകനെ പറ്റിയ ഒരു തരം മുഖഭാവങ്ങളോ അല്ലെങ്കിൽ അഭിനയമോ ആ ക്യാരക്ടറിന് കൊടുത്തിട്ടില്ല എന്നുള്ളത് നായിക മുന്നേ പറഞ്ഞതുപോലെ വളരെ ഗംഭീരമായി തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. കഥയിൽ നിന്ന് ഒട്ടും വഴുതി മാറാത്ത രീതിയിലുള്ള ഒരു എഡിറ്റ് കിട്ടിയിട്ടുണ്ട്. ആ സിനിമയെ ഒട്ടും തന്നെ കീഴ്പോട്ട് കൊണ്ടുപോകാതെ സിനിമയെ പിടിച്ചു വരുന്ന സിനിമയുടെ ടെക്നിക്കൽ ക്വാളിറ്റി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന സിനിമയുടെ എഡിറ്റിംഗ് തന്നെയാണ്. സിനിമയുടെ നായികയ്ക്കും നായകനും ഒപ്പം തന്നെ കൂടെ അഭിനയിച്ചവരുമൊക്കെ ഒരു ഓക്കെ ഫീൽ നൽകുന്ന അഭിനയമായിരുന്നു. ഓവറോൾ സിനിമയെക്കുറിച്ച് സംസാരിച്ചാൽ സിനിമ ഒരു ഓക്കെ ഫീൽ നൽകുന്ന സിനിമയാണെങ്കിൽ പോലും സിനിമയുടെ മേക്കിംഗ് ഈ സിനിമയ്ക്ക് ഒട്ടും തന്നെ യോജിച്ച രീതിയിലായിരുന്നില്ല. ഒരുപക്ഷെ ഒരു കുറച്ചുകൂടി ബഡ്ജറ്റിലോ കുറച്ചുകൂടി നല്ല ഒരു സംവിധാനത്തിന്റെ കയ്യിലോ ഈ സ്ക്രിപ്റ്റ് കിട്ടിയായിരുന്നെങ്കിൽ വേറെ ലെവലിലാകേണ്ടിയിരുന്ന സിനിമയായിരുന്നു. നായികയൊക്കെ റീപ്ലേസ് ചെയ്തില്ലെങ്കിൽ സിനിമ ഈ ലെവലിൽ തന്നെ ആയിരുന്നില്ല. ഒരു പക്ഷേ തമിഴിൽ തന്നെ ഒരു വമ്പൻ ഹിറ്റിന് തന്നെ സാധ്യത ഉണ്ടായിരുന്ന ഒരു കഥയാണ്. സിനിമ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. സിംപിളി സൗത്തിൽ നിലവിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. ടെലിഗ്രാം ലിങ്ക്സ് അവൈലബിൾ ആണ്. പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.